ഈശോയിൽ സ്നേഹമുള്ളവരെ, പല വഴിയിലൂടെ നടന്നിട്ടും പല വഴികൾ ശ്രമിച്ചിട്ടും ഒന്നും വേണ്ട രീതിയിൽ തുറന്നു കിട്ടാത്തതിൻ്റെ മനോവിഷമം അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്. അവർക്കൊരു പോംവഴിയും എളുപ്പവഴിയും എന്ന രീതിയിൽ ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇന്ന് മുതൽ നന്ദി പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. ദിവസം തോറും ഈശോയ്ക്ക് നന്ദി പറയുക. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. നന്ദി പറഞ്ഞ് നിങ്ങൾ ഇന്നു മുതലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിത് ഉറപ്പ് തരുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ചേച്ചിമാരിൽ പലരും ഇപ്രകാരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളോട് ഞാനൊരു കൊച്ചു സംഭവം പറയാം. എൻ്റെ അനിയത്തി RN എക്സാം സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ ഒരു കുട്ടിയാണ്. അവളൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. അങ്ങനെ വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. പക്ഷേ അവൾ ഈ എക്സാം പാസ്സായി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അത് വലിയ അത്ഭുതമായിരുന്നു, അതിശയമായിരുന്നു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ എക്സാം പാസ്സായത്? ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള അനേകം മക്കൾ, നിന്നേക്കാൾ കഴിവുള്ളവരൊക്കെ പല ആവർത്തി എഴുതിയിട്ടും ജയിക്കാത്തത്, നീ എങ്ങനെ ഇത് വിജയിച്ചു? അപ്പം അവൾ എന്നോട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇവൾക്ക് എക്സാം വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ദൈവത്തിൽ ഇവൾ അടിയുറച്ച് വിശ്വസിച്ചു. ഇവൾ എന്നോട് പറയുകയായിരുന്നു, എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിമിഷം മുതൽ ആ റിസൾട്ട് വരുന്നത് വരെ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പരീക്ഷയിൽ അങ്ങനെക്ക് നൽകാൻ പോകുന്ന ഉന്നത വിജയത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാനഡയിൽ ഒരു രജിസ്ട്രേഡ് നേഴ്സായി ജോലി ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ വിജയത്തെ ഓർത്ത് ഈശോയെ നന്ദി. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ ഉത്തരക്കടലാസുകളെ നിറയ്ക്കുന്നതിന് ഈശോയെ നന്ദി. പ്രിയമക്കളെ, അവളിങ്ങനെ എപ്പോഴും അവൾ പറയുക, ചേച്ചി, എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ, ഞാൻ ഇന്നോളം കണ്ട എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഈശോ സാധിച്ചു തരുന്നതായിട്ട് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് പരീക്ഷ ജയിക്കുമോ ഇല്ലയോ ഒന്നൊന്നും അവൾക്ക് അറിയത്തില്ല. പക്ഷേ അവൾ പറയുകയാണ്, ഈശോ എന്നെ ജയിപ്പിക്കുമെന്ന് ഞാൻ അങ്ങ് ഉറച്ച് വിശ്വസിച്ചു. ഈശോ എനിക്ക് വിജയം തന്നിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഇവളിങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവൾ പറയുകയാണ്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പോലും ആദ്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഈശോയെ നന്ദി എന്നായിരുന്നു. കാരണം അവളതങ്ങനെ പ്രാർത്ഥിച്ച് അവളിൽ ആ ഒരു വാക്ക് ഈശോയെ നന്ദി എന്നൊരു വാക്ക് അവളിൽ അലിഞ്ഞു ചേർന്നിരുന്നു, ആ ഒരു കൊച്ചു പ്രാർത്ഥന. അങ്ങനെ ഇവൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ നല്ല സ്കോറോടെ അവൾ പാസ്സായെന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, അവൾ പഠിക്കാനെടുത്ത സമയത്തേക്കാളേറെ അവൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അവൾ പറയുകയാണ്, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഈ എക്സാം എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ല എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ അത്രമേൽ ആശ്രയം വെച്ചിരുന്നുവെന്ന്. അങ്ങനെ അവൾക്ക് ദൈവം നല്ലൊരു വിജയം നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നോ, ഹൃദയത്തിൽ തട്ടി നിങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈശോ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ നന്മകളെയും പ്രതി നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. ആരോഗ്യം തന്നതിന്, സ്നേഹിക്കാൻ കഴിവ് നൽകിയതിന്, വിദ്യാഭ്യാസം തന്നതിന്, ജോലി ലഭിച്ചതിന്, പട്ടിണിയില്ലാത്തതിന്, നല്ല ജീവിത പങ്കാളിയെ ലഭിച്ചതിന്, നല്ല മാതാപിതാക്കളെ ലഭിച്ചതിന്, മക്കളെ കിട്ടിയതിന്, ഇങ്ങനെയൊന്ന് ഓർത്ത് നോക്കിയാൽ നന്ദി പറയാൻ എന്തുമാത്രം വിഷയങ്ങൾ, എന്തെല്ലാം മേഖലകളാണ് നമ്മുടെ മുമ്പിലുള്ളതല്ലേ? പക്ഷേ നാം എത്രത്തോളം നന്ദി പറയുന്നുണ്ടെന്ന് ചിന്തിക്കണം. മനസ്സിൽ തട്ടി നന്ദി പറയുക. അപ്പോൾ പല കീറാമുട്ടികളും മാറിപ്പോയിക്കോളും, വാതിലുകളൊക്കെ തുറന്നു കിട്ടിക്കോളും. ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. നന്ദി കർത്താവേ എന്നേത് സമയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദികൾ ഉയരട്ടെ. ഈശോയോട് നന്ദി പറയട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ ഒരു പവർ എത്രത്തോളമാണെന്ന്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ദിവസവും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, നമ്മൾ എന്താണ് ദൈവത്തോട് സംസാരിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിരയായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും വരിക. നമ്മൾ അതൊക്കെയായിരിക്കും എപ്പോഴും ഈശോയോട് പറയുക. പലപ്പോഴും ഇതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിക്കുക. പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്ന ഒരു ഉപാധി മാത്രമായി ചുരുങ്ങുന്നു.
എന്നാൽ എപ്പോഴെങ്കിലും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ആ ശീലം നിങ്ങൾ തുടങ്ങണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം നൽകിയ ദൈവത്തെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തെ മാനിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവമാണെന്ന് വിശ്വസിക്കുകയും അവിടുത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നവനെ ദൈവവും അംഗീകരിക്കും. അതുവഴി കൂടുതൽ അനുഗ്രഹങ്ങൾ ആ വ്യക്തിയിലേക്കും അവരുടെ കുടുംബത്തിലേക്കും കടന്നു വരും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചതൊന്നും ലഭിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കരുതി മാറി നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി ദൈവത്തിന് നന്ദി പറയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്, ശരിയല്ലേ? ഇപ്പം എന്നെ കേൾക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ലല്ലോ, എനിക്ക് അനുഗ്രഹങ്ങളൊന്നും തരുന്നില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നത്, ഭക്ഷണത്തിന് ആവശ്യമായ വക ലഭിച്ചത്, യാത്രയിൽ അപകടമൊന്നും സംഭവിക്കാതെ തിരികെ വീട്ടിലെത്തിയത് ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുക. ഈ ലോകത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതിലും വലുതായിരിക്കും ഇവയെല്ലാം. അതിനാൽ അവയോർത്ത് ദൈവത്തിന് നന്ദി പറയുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതം പോസിറ്റീവ് ആകും. അതെങ്ങനെയാണെന്നല്ലേ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ ജീവിതം കൂടുതൽ പോസിറ്റീവായി മാറും. കാരണം കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതിനു പകരം കിട്ടിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ, അത് ദൈവത്തിന് കൊടുത്താൽ അത് നമുക്ക് സന്തോഷം പകരുകയും നിരാശ അകറ്റുകയും പോസിറ്റീവായൊരു ഊർജം പകരുകയും ചെയ്യും. ഇനി നാലാമതായിട്ട് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾക്കായും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതാണ് എൻ്റെ അനിയത്തി ചെയ്തത്. കിട്ടാൻ പോകുന്ന, ഈശോ നമുക്ക് തരാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് പുതിയൊരറിവായിരിക്കും, അല്ലേ? ഭാവിയിൽ ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം ഈശോ നിങ്ങൾക്ക് തരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഓരോന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജോലി, എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ് ഈശോ അത് സാധിച്ചു തരുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനും ആഗ്രഹ പൂർത്തിയിലേക്ക് നമ്മെ നയിക്കുന്നതിനും കാരണമാകും. അതിനാൽ നമുക്ക് ആവശ്യങ്ങൾ നിരത്തിയുള്ള പ്രാർത്ഥന നിർത്താം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇനിയും ഈശോ തരാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം അനുഗ്രഹപൂർണമാകട്ടെ.